എടി എടി സോമന്റെ വീട്ടിൽ നിന്ന് എന്തോ ഒച്ച വെക്കുന്നുണ്ടല്ലോ. അയ്യോ ആ പെങ്കൊച്ചിന് വേദന തുടങ്ങി കാണുമ്പോ ചെന്ന് നോക്കും മനുഷ്യ. നീ ആ ടോർച്ചിങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? ചേട്ടത്തി അനങ്ങുന്നില്ല, ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം ചേട്ടത്തി? ഓ മനുഷ്യന്റെ ഉറക്കളയാൻ ഓരോ മാരണങ്ങള്. ഇവിടെ വന്നപ്പോ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ? പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകവെള്ളം എടുത്തു. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെയായത്. അതെ, വാരി വലിച്ചു കയറ്റുമ്പോ ഓർക്കണായിരുന്നു. ആ പെങ്കുച്ചിൽ ഉണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. ഒരു ശകലം ഏത് മരുന്ന്? കരുണീപുഷ്ടി. എന്താടാ പ്രശ്നം? ഒന്നുമില്ല കുറച്ച് ഗ്യാസ് പ്രശ്നം. ആശുപത്രി കൊണ്ടുപോകണം. ദേവൻ ചേട്ടാ, സജിയാണ്. ഒന്നുമില്ല ഒന്നും പേടിക്കണ്ടതേ, പേടിക്കണ്ട. ഒന്നുമില്ല. പിടിക്കണ്ടേ. ഒരു കുഴപ്പമില്ല. ചൂടുവെള്ളം എടുത്തോണ്ട് പേടിക്കണ്ട പേടിക്കണ്ട. നീ വേഗം പോയി കൊച്ചുമോളെ വിളിച്ചോണ്ട് വാ. ആ കൊച്ചിന്റെ അടുത്ത് തള്ള മാത്രമേ ഉള്ളൂ. വേഗം വാ, താമസിക്കല്ലേ, ഓടി വാ. പേടിക്കാതിരിക്കും. ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി പെണ്ണിപ്പം വെറും ആ തുണിയൊക്കെ കരുത്തുണ്ടാ. ശാലി ധൈര്യം തുണി എടുത്തോണ്ട് വരാം. ശാലി പോരാ. പേടിക്കണ്ട, വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്കും. എന്റെ കാവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ ജീവനോട് തന്ന ഞാനൊരു മുഴുക്കാപ്പ് ചാർത്തിയേക്കാമേ. ആദ്യം തള്ളിക്കട്ടെ കൊടുക്കേണ്ടത്, ഇതൊന്ന് കഴിയട്ടെ. കൊച്ചുമോളെ, നീ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. പൊക്കോ, ഞാൻ നോക്കോളാം. പൊക്കോ. പേടിക്കാൻ ശ്രമിക്കും. മുക്കടി വേണ്ട. ഈ നേരത്തെ ബോധം കിടന്നത്. ബോധമില്ലാത്തവരെ ഒരു നൊപ്പിച്ചു വെച്ചിട്ട് നീ കരയല്ലേ? മതി ഒന്ന് പെട്ടെന്ന് തുറക്കണോ? എന്റെ ഭഗവാനെ, എന്റെ മോള് വേഗം വാ ചേട്ടാ. സമാധാനിക്ക് ജാനകി. പെട്ടെന്ന് വാടോ. എന്റെ കൊച്ചിനെ കൊടുക്കരുത്, ഞാൻ 1000 തവണ പറഞ്ഞത്. അവന് ഇത്രയും ഭ്രാന്ത് ഉണ്ടാവും ഞാൻ കരുതിയില്ല. എന്റെ ജാനകി ആടി ഓടി പാടോ. നീ ശ്രമിച്ചു നോക്ക് ശാലിനി. ഒന്നുമില്ല. പേടിക്കണ്ട ശാലിനി. ശാലിനി ഒരു കുഴപ്പമില്ല. നീ അകത്തോട്ട് ചെല്ല്.
ഇനിയിപ്പോ നിങ്ങൾ പൊക്ക നാളെ കാണാം. ശരി എന്നാ. അപ്പൂപ്പോ ഊരാടൻ നക്ഷത്രക്കാരി. ഹാപ്പി ബർത്ത്ഡേ മോളെ. എന്നാ ചേട്ടൻ? ഓ എങ്ങനെയാണ് കച്ചവടമൊക്കെ? ഓ വലിയ തിരക്കേടില്ല, പോന്നു. ആ സോമ, ഓ സ്ഥലം മാറ്റത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നായി? സ്ഥലം മാറി പോകാനാണെങ്കിൽ എന്നേ പോവായിരുന്നു. നമുക്കിവിടെ നിന്നല്ലേ പറ്റൂ. എന്നിട്ട് എന്നായി കാര്യം? സർക്കാർ കാര്യമല്ലേ, എപ്പോഴാ എന്നതാന്ന് ആർക്കറിയാം. സോമചേട്ടോയ്, ആ എന്നാ ഉണ്ട്? എന്താടാ പിടിച്ചില്ലേ? ഇതിപ്പോ നിങ്ങൾ സ്ഥിരമാക്കിയ? ഓ സോമനാമ്പുലിസം പോടാ. മോളെ ഏത് സിനിമാ നടിയുടെ പടമാ വരയ്ക്കുന്നേ? ഞാൻ അമ്മൂമ്മയാ വരയ്ക്കുന്നേ. ആണോ? ആ. നോക്കട്ടെ. കണ്ടോ, കുറച്ചുകൂടെ ഒക്കെ ശരിയാവാനുണ്ട് ഈ തള്ളവരലൊക്കെ. അമ്മൂമ്മേ, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ നമ്മൾ അതിനെ തള്ളവിരൽ എന്നൊക്കെ വിളിക്കാവോ? അമ്മ വിരൽ എന്ന് വേണം പറയാൻ. ഹോ, ഇപ്പൊ രണ്ടെണ്ണത്തിനെ സഹിക്കണമല്ലോ എന്റെ ഈശ്വരാ. കൊച്ചിനെ സ്കൂളിലും വിടത്തില്ല, വീട്ടിലിരുത്തി ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നു.